ഹായ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ സ്ലേറ്റർ ഡിറ്റർമിനന്റ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കൊരു വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് 2 or more ഇലക്ട്രോൺസ് ഉള്ള ഒരു വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രോൺസിന്റെ പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ വേവ് ഫംഗ്ഷന്റെ സൈൻ മാറുന്നുണ്ടെങ്കിൽ അത്തരം വേവ് ഫംഗ്ഷനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ വെൻ വി ഇന്റർചേഞ്ച് ദ ഇലക്ട്രോൺ പൊസിഷൻസ്, ഇഫ് ദ സൈൻ ഓഫ് ദ വേവ് ഫംഗ്ഷൻ ചേഞ്ചസ്, ഇറ്റ് ഈസ് കോൾഡ് ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷൻ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം, ഏത് വേവ് ഫംഗ്ഷനാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ബന്ധപ്പെട്ട പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്നലത്തെ കാര്യം തന്നെ പറഞ്ഞ ഹീലിയം ആറ്റത്തിന്റെ കേസിൽ തന്നെ പറഞ്ഞ ഹീലിയം 1s2. അപ്പൊ ഇതിന്റെ കേസിൽ നമുക്ക് സൈ 1s1 1s2 ഇതാണ് കോൺഫിഗറേഷൻ. 1s1 1s2. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് 4 സ്പിൻ ഓർബിറ്റൽസ് കിട്ടുന്നുണ്ട്. എന്താണ് സ്പിൻ ഓർബിറ്റൽ? നമ്മൾ പറഞ്ഞു ഓർബിറ്റൽ പാർട്ടും സ്പിൻ പാർട്ടും, അഥവാ സ്പേഷ്യൽ പാർട്ടും അതിന്റെ സ്പിൻ, ആൽഫ സ്പിൻ ആണോ ബീറ്റ സ്പിൻ ആണോ അതും കൂടി ചേർത്ത് പറയുന്നതാണ് സ്പിൻ ഓർബിറ്റൽ. അപ്പൊ അതും കൂടി ചേർത്ത് വെക്കുന്നു. I request you to watch the previous video. 1s alpha 1 1s alpha 2. നമുക്ക് ഇത് തന്നെ ചില ടെക്സ്റ്റുകളിൽ 1s1 alpha 1 1s2 beta 2 അങ്ങനെ എഴുതാറുണ്ട്. ശരിക്കും ഇതിന്റെ ആവശ്യമില്ല. 1 ഓൾറെഡി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. 1s1 alpha 1, ഒന്നാമത്തെ ഇലക്ട്രോൺ 1s, ഒന്നാമത്തെ ഇലക്ട്രോൺ ആൽഫ പൊസിഷനിൽ. അത് നമ്മൾ ഒന്നുകൂടി ചുരുക്കിയിട്ടാണ് ഒന്നാമത്തെ ഇലക്ട്രോൺ ആൽഫ പൊസിഷനിൽ, ആൽഫ സ്പിന്നിലുള്ള ഒന്നാമത്തെ ഇലക്ട്രോൺ 1sലാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നത്. ഇത്രയും വിശാലമായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് എഴുതാം, അത്രേ ഉള്ളൂ. രണ്ടാമത്തത് 1s beta 1 1s beta 2. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു 1/√2, actually 1/√n factorial. That is the normalization term because we are using the linear combination of spin orbitals, where n is the number of electrons. So 2 ഇലക്ട്രോൺ ആണ്, 2 factorial, that is 2 കിട്ടും. 3 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 3 into 2, that is 6 കിട്ടും. 4 ഉണ്ടെങ്കിൽ 4 into 3 into 2, that is 24 കിട്ടും. അങ്ങനെ വരും. Anyway, here 1/√2 is the normalization factor, or you can put just as n, capital N. 1s alpha 1 1s beta 2 plus 1s alpha 2 1s beta 1. The fourth one 1/√2 1s alpha 1 1s beta 2 minus 1s alpha 2 1s beta 1. Okay, and all these 3 spin orbitals are symmetric, symmetric, and this spin orbital is anti-symmetric. So here spin orbital anti-symmetric ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ സ്പിൻ ഓർബിറ്റലിനെ ഞാൻ നേരത്തെ പറഞ്ഞു ഫൈ എന്ന് പറയുന്നത് നമുക്കറിയാം സാധാരണ ഓർബിറ്റലാണ് അല്ലെ. ട്രയൽ വേവ് ഫംഗ്ഷൻ വെച്ച് നമ്മൾ ഓർബിറ്റൽ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, ഫൈ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഫൈ 1s ആണെങ്കിൽ വി ക്യാൻ പുട്ട് as ഫൈ 1 ആൽഫ 1s ആൽഫ. ഓക്കെ, 1s ആൽഫ 1. ഇതാ ഉദ്ദേശിച്ചത്. ഇത് ഫസ്റ്റ് ഓർബിറ്റൽ ആൽഫ സ്പിൻ, ഫസ്റ്റ് ഇലക്ട്രോൺ. ഓക്കെ, then phi 1 beta 2, this one 1s beta spin, second electron. Right. അപ്പോ നമ്മുടെ സ്പിൻ ഓർബിറ്റിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്.
ഇതല്ലാതെ വേറൊരു കാര്യത്തിൽ റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് ഈസ് 1, simply 1. Okay. First orbital. Then first orbital 2. First orbital first electron. First orbital തന്നെ second electron. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓർബിറ്റൽ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് 1s ആണ് ഹീലിയത്തിന്റെ കേസ്. അപ്പൊ ഫസ്റ്റ് ഓർബിറ്റൽ ഫസ്റ്റ് ഇലക്ട്രോൺ, ഫസ്റ്റ് ഓർബിറ്റൽ സെക്കൻഡ് ഇലക്ട്രോൺ. അപ്പൊ ഇതിൽ ഏത് സ്പിന്നാണെന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് ഇതിന്റെ മോഡൽ ബാർ ഇടാം. ബാർ ഇട്ടാൽ ദാറ്റ് മീൻസ് ബീറ്റ സ്പിൻ, ബാർ ഇല്ലെങ്കിൽ ആൽഫ സ്പിൻ. ഓക്കെ, അപ്പൊ 5-1 5-1 ബാർ 2. സോ ഇറ്റ് ഈസ് ആൽഫ സ്പിൻ, ബാർ ബീറ്റ സ്പിൻ ആണ്. അപ്പൊ ഒന്നും കൂടി ഷോർട്ടൻ ചെയ്തിട്ട് ഇങ്ങനെ ഇടാം. പല രീതിയിലുള്ള നൊട്ടേഷൻ ഉണ്ട്. തൽക്കാലം നമ്മളിങ്ങനെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഡിസ്കഷൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ സ്പിൻ ഓർബിറ്റോ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സ്പിൻ ഓർബിറ്റിൽ നമ്മൾ എഴുതുമ്പോൾ ഓർബിറ്റൽ പാർട്ട് വേണം, അതിന്റെ സ്പിൻ പാർട്ടും വേണം. അത് മാത്രമാണ്, അത് നിർബന്ധമാണ് സ്പിൻ ഓർബിറ്റൽ. ഇല്ലെങ്കിൽ വെറും ഓർബിറ്റൽ മാത്രമായി പോകും. അപ്പോ സ്പിൻ ഓർബിറ്റൽ ആണെങ്കിൽ യു ഷുഡ് റൈറ്റ് ദ സ്പിൻ, the specific spin of the electron which is present in that particular orbital. So ഇവിടെ ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മൾ തൽക്കാലം ഈ ഒരു ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ മാത്രം നമ്മൾ പരിഗണിക്കുന്നു. ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ മാത്രം നമ്മൾ പരിഗണിക്കുന്നു. പരിഗണിക്കാൻ ഒരു കാരണം പോളിസ് എക്സ്ക്ലൂഷൻ principle. Paul's exclusion principle. Or Paul's anti-symmetric principle. Or law of anti-symmetry of wave functions. Law of anti-symmetry of wave functions. എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി എന്താണ് സംഭവം എന്ന് നോക്കാം. Okay. According to law of antisymmetry of wave function, for a system of 2 or more electrons, the complete wave function including spin must be anti-symmetric with respect to interchange of electron positions. So for a system of 2 or more electrons, that means many electron system, the complete wave function of that system including spin എന്ന് പറഞ്ഞാൽ XYZ കോർഡിനേറ്റ്സിലുള്ള സാധാരണ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പിൻ ഓർബിറ്റലാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അതിന്റെ സ്പിന്നും കൂടി ചേർത്തിട്ട് പറയുന്ന കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽഫ എന്നോ ബീറ്റ എന്നോ ചേർത്ത് കൊടുത്താൽ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നതെങ്കിൽ that complete wave function including spin must be anti-symmetric with respect to interchange of electron position. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്താൽ
ആന്റി സിമെട്രിക് ആവുന്ന വേവ് ഫംഗ്ഷൻ മാത്രമാണ് ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്തരം ഒരു വേവ് ഫംഗ്ഷൻ മാത്രമേ നമ്മൾ ആക്സെപ്റ്റബിൾ ആയിട്ട് കണക്കാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹീലിയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ ആയ നാലാമത്തെ കോമ്പിനേഷൻ, ദാറ്റ് ഈസ് 1/√2 1s α1 1s β2 minus 1s α2 1s β1. ഇതാണ് അതിന്റെ കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബാക്കി മൂന്നും അതിന്റെ കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ അല്ല, നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നർത്ഥം. ഓക്കെ, ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, നമ്മൾ നേരത്തെ ലാസ്റ്റ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. psi minus 1 of 2 is equal to minus of psi 2 of 1. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഇലക്ട്രോണിന്റെ പൊസിഷൻ ഒന്നിന്റെ സ്ഥാനത്ത് 2 രണ്ടിന്റെ സ്ഥാനത്ത് 1 ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാല് സൈൻ മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പൊ എത്രത്തോളം മാറ്റങ്ങൾ സംഭവിക്കാം എന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തുകൊണ്ട് ഈ ഒരു തിയറം വന്നു എന്നുള്ളത്. It's a theoretical argument actually, and it is necessary. Even though it is experimentally നമ്മൾ കംപ്ലീറ്റ് പ്രൂഫ് ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അപ്പൊ ഒരു എന്താ പറയുക 3 ഇലക്ട്രോൺ സിസ്റ്റം നമ്മൾ 3 ഇലക്ട്രോൺ സിസ്റ്റം പരിഗണിക്കുകയാണ്. സോ ഐ ആം റൈറ്റിംഗ് ദിസ്. പോളിസ് പ്രിൻസിപ്പിൾ അത്രേ ഉള്ളൂ. ഒരു 3 ഇലക്ട്രോൺ സിസ്റ്റം. 3 ഇലക്ട്രോൺ സിസ്റ്റം ഫോർ എക്സാമ്പിൾ ലിഥിയം. ഓക്കെ, അപ്പൊ നമ്മുടെ കോൺഫിഗറേഷൻ 1s2 2s1, റൈറ്റ്? 1s2 2s1. അപ്പൊ നമുക്കതിനെ 1s1 1s2 2s3 അങ്ങനെ ഉണ്ടാവും. എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ ഇലക്ട്രോൺ 1s, രണ്ടാമത്തെ ഇലക്ട്രോൺ 1s, മൂന്നാമത്തെ ഇലക്ട്രോൺ 2s. ഓക്കെ, നമ്മള് ഈ ഒരു 5 സ്പിൻ ഓർബിറ്റിൽ വരികയാണെങ്കിൽ 1s α1 5 β2 5 3 α3 അങ്ങനെ എഴുതാം. ഇത് രണ്ടും സെയിം ആയിട്ട് എഴുതാം നമുക്ക്. ദാറ്റ് മീൻസ് 5 1 α1 5 1 β2 5 2 α3. ഓക്കെ, ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓർബിറ്റൽ ആൽഫ പൊസിഷനിൽ ഒന്നാമത്തെ ഇലക്ട്രോൺ, ഫസ്റ്റ് ഓർബിറ്റൽ ബീറ്റ പൊസിഷനിൽ രണ്ടാമത്തെ ഇലക്ട്രോൺ, സെക്കൻഡ് ഓർബിറ്റൽ ആൽഫ പൊസിഷനിൽ തേർഡ് ഇലക്ട്രോൺ. അങ്ങനെ എഴുതാം. ഇനി നമ്മൾ ഇതിനെ ഇന്റർചേഞ്ച് ചെയ്താൽ നമ്മൾ ഒന്ന് മാറ്റുകയാണ്. ദാറ്റ് ഈസ് 5 1 α1 but 5 1 β3 5 2 α3 α2. ഈ 2 3 മാറ്റി 2 3 ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ സൈൻ എന്താവണം? ദിസ് ഇസ് ദ ഫസ്റ്റ് അറേഞ്ച്മെന്റ്, ദിസ് ഇസ് ദ സെക്കൻഡ് അറേഞ്ച്മെന്റ്. ഒബ്വിയസ്ലി ഇതിന്റെ സൈൻ എന്താവണം? നെഗറ്റീവ് ആയേ പറ്റുള്ളൂ. നെഗറ്റീവ് ആയാലാണ് എന്താ സംഭവിക്കുക? അത് ആന്റി സിമെട്രിക് ആവും. ഓക്കെ, അപ്പോ നെഗറ്റീവ് ആകുന്നത് മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇനി ഒന്നുകൂടി മാറ്റിയാൽ എന്ത് സംഭവിക്കും? ഇതിങ്ങോട്ടേക്ക് മാറ്റി കാണിച്ചു. ദാറ്റ് മീൻസ് 5 1 α3 ഇങ്ങോട്ടേക്ക് മാറ്റും. 5 1 ബീറ്റയിലേക്ക് ഒന്നാമത്തെ ഇലക്ട്രോൺ മാറ്റുന്നു. 5 2 ആൽഫ അങ്ങനെ തന്നെ ഇരിക്കുന്നു. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഓരോ ഇന്റർചേഞ്ചിനും എന്ത് സംഭവിക്കും? സൈൻ മാറിക്കൊണ്ടേയിരിക്കും. അടുത്തൊരു മാറ്റം, നമ്മൾ ഇതും മാറ്റി, ഇനി ഇതും മാറ്റും. ദാറ്റ് മീൻസ് 5 1 α3 5 1 β2 ഇങ്ങോട്ടേക്ക് വന്നു. സോറി, ഇത് 5 2 ആണ്. 5 2
ആൽഫ 1 ഇങ്ങോട്ട് വന്നു. ഒരു ഇന്റർചേഞ്ച് കൂടി നടത്തി. സോ നെഗറ്റീവ് ആയി. അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എത്ര വരെ കിട്ടും? 3 ഇലക്ട്രോൺസ് ആണെങ്കിൽ 3 ഫാക്ടോറിയൽ, that is 3 into 2 into 1 into 6 arrangements are possible. ഇനി രണ്ടെണ്ണം കൂടി കിട്ടും. നമുക്ക് മാറ്റാം. 3 into 2 മാറ്റാം, റൈറ്റ്? പിന്നെ ഒന്നും കൂടി വരും, 3 1 കൂടി മാറ്റാം. അങ്ങനെ 6 അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടും. അപ്പൊ ഒരു പ്ലസ്, ഒരു മൈനസ്, ഒരു പ്ലസ്, ഒരു മൈനസ്, വീണ്ടും ഒരു പ്ലസ്, ഒരു മൈനസ്. ഇവിടെ തന്നെ ഓർത്തോളാം, ഇതൊരു മെയിൻ കോൺസ്റ്റന്റ്, ഇത് രണ്ടും നമ്മൾ മാറ്റുന്നു. ദാറ്റ് മീൻസ് അത് പ്ലസ് ആയിരിക്കും അല്ലെ അടുത്ത മാറ്റത്തിന്. സോ 5 1 ആൽഫ 2 ഇങ്ങോട്ടേക്ക് മാറി, 5 1 ബീറ്റ 3 അപ്പുറത്തോട്ട് പോയി, 5 2 ആൽഫ 1 അവിടെ തന്നെ. ഇതിന് അടുത്തൊരു മാറ്റം കൂടി, ഇതുമാണ് മാറ്റം. ദാറ്റ് ഈസ് 5 1 ആൽഫ 3 അവിടെ, സോറി 2 അവിടെ നിൽക്കും, 5 1 ബീറ്റ 3 5 2 ആൽഫ, സോറി 3 ഇവിടെ 1 ഇവിടെ 1 3. അപ്പൊ 6 അറേഞ്ച്മെന്റ്. ഇനി ഏത് അറേഞ്ച്മെന്റ് ആയാലും റിപ്പീറ്റേഷൻ ആയിരിക്കും. എങ്ങനെ ഇന്റർചേഞ്ച് ചെയ്താലും റിപ്പീറ്റേഷൻ ആയിരിക്കും. മൊത്തം ഒരു 6 ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടും. That means if there are n electrons, then n factorial different arrangement of electrons, interchange of electrons are possible for spin orbit. ഇതിങ്ങനെ 5 1 ഇതൊക്കെ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിനെ നമ്മൾ തൽക്കാലം ഒരു പുതിയൊരു നൊട്ടേഷനിലേക്ക് എടുക്കുന്നു. അതിന് മുന്നേ ഒരു കാര്യം, ഇനി ഒരേ സ്പിൻ ഓർബിറ്റ് ഓർത്തോണം, ഇതാണ് ഒരു സ്പിൻ ഓർബിറ്റിൽ, ഇത് അടുത്ത സ്പിൻ ഓർബിറ്റിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഫൈ എന്ന് പറയുന്നത് ഒരു ഓർബിറ്റലാണെങ്കിൽ അതിന് 2 സ്പിൻ ഓർബിറ്റൽസ് പോസിബിൾ ആണ്. ഫൈ 1 എന്ന് പറയുന്നത് ഒരു ഓർബിറ്റലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1s, ഫൈ 1 എന്ന് പറയുന്നത് ഫൈ 1s ആണെങ്കിൽ അതിന് 2 സ്പിൻ ഓർബിറ്റൽസ് പോസിബിൾ ആണ്. ഏതൊക്കെയാണത്? ഫൈ 1 ആൽഫയും ഫൈ 1 ബീറ്റയും. That means 1s ആൽഫയും 1s ബീറ്റയും. അപ്പൊ 1s ആൽഫ എന്നിട്ട് എന്താ അർത്ഥം? ഒരു സ്പിൻ ഓർബിറ്റലാണ്. 1s ബീറ്റ എന്നിട്ടാല് വേറൊരു സ്പിൻ ഓർബിറ്റലാണ്. ഒരു സ്പിൻ ഓർബിറ്റല് ഒരു ഇലക്ട്രോണെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? ഒരു പെർട്ടിക്കുലർ സ്പിൻ മാത്രമാണ് അതിനുണ്ടാവുക. ഇതിന് ആൽഫ സ്പിൻ മാത്രമാണ്, ദാറ്റ് ഈസ് ഇത് മാത്രമാണ്. അപ്പൊ ആ ഓർബിറ്റില് ഒരു ഇലക്ട്രോൺ മാത്രമേ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. നോട്ട് ഓർബിറ്റൽ, ആ സ്പിൻ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ പാടുള്ളൂ, റൈറ്റ്? അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഇത് 1s എന്നിട്ടാൽ ശരിക്കും പറഞ്ഞാല് 1s ഓർബിറ്റലാണ് അല്ലേ? അതിനെ സ്പിൻ ഓർബിറ്റലാക്കുമ്പോൾ അത് 2 ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഏതൊക്കെ? ഒരു 1s ആൽഫയും ഒരു 1s ബീറ്റയും. 1s ആൽഫയില് ഒരൊറ്റ ഇലക്ട്രോണെ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. 1s ആൽഫയില് ഒരു ഇലക്ട്രോണെ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. 1s ബീറ്റയിൽ അതേപോലെ ഒരു ഇലക്ട്രോണെ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. അപ്പൊ 1s ആൽഫ 1s ബീറ്റ രണ്ടും കൂടി ചേർന്നിട്ട് നമുക്ക് ഓർബിറ്റിൽ കിട്ടുമ്പോൾ ഓർബിറ്റിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകൂടി പറയാം, ഒരു സ്പിൻ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉൾക്കൊള്ളും. 1s ആൽഫ ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ, 2s ആൽഫ ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ, 3s ആൽഫ ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ, 3px ആൽഫ ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ, അതേപോലെ തന്നെ 1s ബീറ്റയിൽ ഒരു ഇലക്ട്രോൺ. അപ്പൊ ഒരു സ്പിൻ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ. ഓക്കെ, ഒരു സ്പിൻ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ. പക്ഷെ അപ്പൊ അത് 2 സ്പിൻ ഓർബിറ്റ് ഉണ്ടാവും. ഒരു ഓർബിറ്റിൽ 2 സ്പിൻ ഓർബിറ്റൽസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷനിൽ എന്താ പറയാ സ്പിൻ ചെയ്യുന്ന 2 ഇലക്ട്രോൺസ്. അങ്ങനെയാകുമ്പോ ഈ രണ്ടും കൂടി ചേർത്തിട്ട് ആ ഓർബിറ്റിനകത്ത് മൊത്തം 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളും നടത്തും, റൈറ്റ്? മാക്സിമം അതേ ഉള്ളൂ. മൂന്നാമത്തെ ഇലക്ട്രോൺ വന്നാൽ ഒന്നുകിൽ ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും. 2 പാരലൽ സ്പിൻ വരും. അതുകൊണ്ട് അത് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടും നടത്തും. എക്സ്ക്ലൂഡ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് എന്താണ്? ഇപ്പൊ ഫൈ 1 ആൽഫയിൽ ഒരു ഇലക്ട്രോൺ വന്നാൽ
അതേ സ്പിന്നിൽ φ1 ആൽഫയില് രണ്ടാമത്തെ ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഓക്കെ, എന്ന് പറഞ്ഞാല് 1s ആൽഫ 1 1s ആൽഫ 2 എന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത്തെ അറേഞ്ച്മെന്റ് നേരത്തെ ഓർത്ത് അറിയാം, 1s ആൽഫ 1 1s ആൽഫ 2 അത് ഒഴിവാക്കി കളയുന്നു. ഓക്കെ, പിന്നെ അതേപോലെ 1s ബീറ്റ 1 1s ബീറ്റ 2 അതും പറ്റില്ല. കാരണം എന്താ? ഇതിന്റെ അർത്ഥം ഇതിങ്ങനെ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിയത് ഇത് 1s ഓർബിറ്റിലാണെങ്കിൽ 1s ആൽഫ 1 ഒന്നാമത്തെ ഇലക്ട്രോൺ ഇത് ആണെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ഇലക്ട്രോൺ അത് ആൽഫ പൊസിഷൻ ആണ്, രണ്ടാമത്തെ ഇലക്ട്രോണും ആൽഫ പൊസിഷൻ തന്നെയാണ്. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്താല് ഒന്നാമത്തെ ഇലക്ട്രോൺ ബീറ്റ പൊസിഷനിലാണ്, രണ്ടാമത്തെ ഇലക്ട്രോൺ ബീറ്റ പൊസിഷനിലാണ്. ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് എന്തല്ല പോസിബിൾ അല്ല. അല്ലെങ്കിൽ പോസിബിൾ ആണെങ്കിൽ അത് ഹൈലി അൺസ്റ്റേബിൾ ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ ഇത് പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഒരേ സ്പിൻ ഓർബിറ്റിൽ ഒന്നിലധികം ഇലക്ട്രോൺ പറ്റില്ല എന്നർത്ഥം. ഈ ഒരു സ്പിൻ ഓർബിറ്റിൽ എന്ന് വെച്ചാൽ φ1 ആൽഫ അല്ലെ 1s ആൽഫ എന്ന് പറയുന്ന ആ ഒരു 1s ആൽഫയില് ഒരു ഇലക്ട്രോണേ പറ്റുള്ളൂ, രണ്ടാമത്തെ ഇലക്ട്രോൺ പറ്റൂല. ഇത് പറ്റില്ല. റൈറ്റ്, അപ്പോ രണ്ടാമത്തെ ഇലക്ട്രോൺ പറ്റൂല. അതേ സ്പിൻ ഓർബിറ്റിൽ അതേ സ്പിൻ പൊസിഷനിൽ രണ്ടാമത്തെ ഇലക്ട്രോൺ പറ്റില്ല. ഇനി വേണം എന്ത് ചെയ്യാം? രണ്ടാമത്തെ സ്പിൻ ഓർബിറ്റിലേക്ക് അതോ ബീറ്റ പൊസിഷനിലേക്ക് പോകാം. നോ പ്രോബ്ലം, ബീറ്റ പൊസിഷനിലേക്ക് പോകാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരേ സ്പിന്നിൽ ആ ഒരു ഓർബിറ്റില് ഒന്നിലധികം ഇലക്ട്രോൺ പറ്റില്ല എന്നർത്ഥം. അപ്പൊ നമുക്ക് നമ്മുടെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. An electron in a spin orbital. ഓർത്തോണം, ഓർബിറ്റൽ അല്ല സ്പിൻ ഓർബിറ്റൽ. ഓർബിറ്റൽ അല്ല സ്പിൻ ഓർബിറ്റൽ, സ്പിന്നും കൂടി ഉൾപ്പെടെയാണുള്ളത്. ഫോർ എക്സാമ്പിൾ 1s ആൽഫ ഒന്നേ പറ്റുള്ളൂ ഇവിടെ, അതേപോലെ തന്നെ രണ്ടാമത്തെ ഇലക്ട്രോണേ പറ്റുള്ളൂ. ഓൾട്ടുഗദർ നമുക്ക് 1s 2 എന്ന് എഴുതാം, നോ പ്രോബ്ലം. 1s 2 നമ്മൾ എഴുതാറില്ല, ഇങ്ങനെയല്ല, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും, അത് നമ്മൾ ഒരുമിച്ച് ചെയ്താൽ. പക്ഷെ സ്പിന്ന് കൂടി കാണിക്കുമ്പോൾ ഒരൊറ്റ ഇലക്ട്രോൺ മാത്രം അതിനകത്ത് എഴുതാൻ പാടില്ല, അല്ലെങ്കിൽ ഒരൊറ്റ ഇലക്ട്രോൺ മാത്രമേ ഉൾക്കൊള്ളൂ എന്നർത്ഥം. ഓക്കെ, സോ an electron in a spin orbital prevents other electrons to occupy it. എന്ന് പറഞ്ഞാല് 1s φ1 ആൽഫ 1 ഈ ഇലക്ട്രോൺ φ1 ആൽഫ പൊസിഷനിലുള്ള ആൽഫ സ്പിൻ ഓർബിറ്റലിലുള്ള ഈ ഫസ്റ്റ് ഇലക്ട്രോൺ ബാക്കി എല്ലാ ഇലക്ട്രോണിനെയും പ്രിവെന്റ് ചെയ്യും. എന്താവാതിരിക്കാൻ? അതേ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യാതിരിക്കാൻ. അപ്പൊ ഞാനിവിടെ നിൽക്കുന്നു, ബാക്കി എല്ലാവരെയും ഞാൻ ഈ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നതെന്ന് പ്രിവെന്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഇലക്ട്രോൺ പ്രിവെന്റ് ഓൾ അതർ ഇലക്ട്രോൺസ് ടു ഒക്യുപ്പൈ ദാറ്റ് സ്പിൻ ഓർബിറ്റ്, ദാറ്റ് സ്പിൻ പൊസിഷൻ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ഒരു സ്പിൻ പൊസിഷനിൽ ഒരു ഓർബിറ്റ്, ആ ഒരു സ്പിൻ ഓർബിറ്റിൽ ഒരൊറ്റ ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പൊ നിൽക്കുന്നിടത്ത് എനിക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. വേറെ ഒരൊറ്റ ഇലക്ട്രോണിനോ അല്ലെങ്കിൽ ഒരൊറ്റ വസ്തുവിനോ ഈ ഒരു പൊസിഷനെ ഓക്യുപ്പൈ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കണം? ഈ ആൽഫയിലെ ഈ ഇലക്ട്രോൺ തെറിച്ച് പുറത്തേക്ക് പോകണം, എന്നിട്ട് അത് വേക്കന്റ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? അവിടെ ഓക്യുപ്പൈ ചെയ്യാൻ. അത് ഒക്യുപ്പൈ ചെയ്യുന്നിടത്തോളം മറ്റ് ഇലക്ട്രോൺസിനൊന്നും അത് ഓക്യുപ്പൈ ചെയ്യാൻ സമ്മതിക്കില്ല എന്നർത്ഥം. അപ്പൊ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അങ്ങനെ നമുക്ക് പറയാം. ഇതിന്റെ അർത്ഥം an electron, that is one spin orbital can accommodate only one electron and all other electrons are excluded from that spin orbit. A spin orbital can accommodate only one electron, right? I repeat, spin orbital. ഒരു ഓർബിറ്റൽ 2 ഇലക്ട്രോൺ പറ്റും, അത് നമുക്കറിയാം. A spin orbital can occupy only one electron and all other electrons are excluded from that spin orbit. അങ്ങനെയാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വരുന്നത്. ഒന്നുകൂടി ചുരുക്കി നമ്മൾ പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിലേക്ക് പറഞ്ഞാല്, ഒരു സ്പിൻ ഓർബിറ്റില് ഒരു ഓർബിറ്റിൽ 2 സ്പിൻ ഓർബിറ്റൽ, altogether 2 electrons. So an orbital can accommodate maximum of 2 electrons. An orbital can accommodate maximum of 2 electrons, right?
an orbital can accommodate maximum of 2 electrons. ഇനി അടുത്തൊരു ഡെഫിനേഷൻ പറഞ്ഞാൽ എന്താണത്? ഇത് നമുക്ക് വേറെ തരത്തിൽ എഴുതാം. an orbital can accommodate maximum 2 electrons. ഇതേ സംഭവം തന്നെയാണ്. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ in terms of quantum numbers, here 1s orbital ആണ് അല്ലെ? n is equal to 1, l is equal to n minus 1, that is 0, m is equal to, that is ms is equal to, sorry, m is equal to, or simply lm is equal to minus l2 plus l through 0, that is 0. Then the third quantum number, spin quantum number, which is equal to ഒന്നാമത്തെ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ഹാഫ് ആണ്. പ്ലസ് ഹാഫ് അല്ലെ? ഈ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം അഥവാ ഈ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ഹാഫ് ആണ്. ദാറ്റ് മീൻസ് 100 പ്ലസ് ഹാഫ്, ഇലക്ട്രോൺ നമ്പർ 1. ഇനി ഇലക്ട്രോൺ നമ്പർ 2 എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ 2 ആണെങ്കിൽ 100 മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരാറ്റത്തിലെ 2 ഇലക്ട്രോൺ നമ്മൾ പരിഗണിച്ചാല് 4 ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ സെയിം ആയിരിക്കില്ല. ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പർ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. നോ 2 ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം ക്യാൻ ഹാവ് the value of all the 4 quantum numbers same. No 2 electrons in an atom can have the same value for all the 4 quantum numbers. ഒരെണ്ണമെങ്കിലും ഡിഫറെന്റ് ആയിരിക്കണം. അങ്ങനെ പല രീതിയിൽ ഈ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വരുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അത് ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം സ്പിൻ ഓർബിറ്റൽ, ആന്റി സിമെട്രിക് സ്പിൻ ഓർബിറ്റൽ. ഓക്കെ, ആന്റി സിമെട്രിക് സ്പിൻ ഓർബിറ്റൽ. അപ്പൊ നമുക്ക് നേരത്തെ തിരിച്ചു പോവാണ്. 5 1 alpha 1, 5 1 beta 2, 5 2 alpha 3 ഫോർ എക്സാമ്പിൾ. ഇല്ല കണ്ടിന്യൂസ് ആയിട്ട് 5 1 5 2 5 3 അങ്ങനെ ഇടാം. ഡസന്റ് മാറ്റർ ബിക്കോസ് ഇറ്റ് ഇസ് സിംപ്ലി an orbital. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി നമുക്ക് 6 കോമ്പിനേഷൻ കിട്ടുന്നു, 6 ഡിഫറെന്റ് ഇന്റർചേഞ്ചിങ് പൊസിഷൻസ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ 5 1 alpha is equal to a എന്ന് എഴുതും. That is 5 1 alpha is equal to a, 5 1 beta is equal to b, 5 2 alpha is equal to c. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മാത്രമാണ്. അങ്ങനെയാവും നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? a1 b2 c3. ഓക്കെ, അടുത്ത പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്താൽ 2 ഉം 3 ഉം ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്കറിയാം നെഗറ്റീവ് സൈൻ ആവും. ദാറ്റ് ഈസ് a1 b3 c2. അടുത്ത പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്താൽ പ്ലസ് ആവും. റൈറ്റ്? എന്താണ്? a3 b1 c2. അടുത്ത് മൈനസ് ചെയ്താൽ a3 b2 c1. അടുത്ത പ്ലസ് ചെയ്താൽ a2 b2 ഉം 3 ഉം ഇന്റർചേഞ്ച് b3 c1. ഇനി ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്താൽ a2 b1 c3 ഇങ്ങനെ കിട്ടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്റർചേഞ്ചിങ് പൊസിഷൻ ഉണ്ടാക്കാം. പക്ഷെ കുറെ അധികമാകുമ്പോൾ, ഇതിപ്പോ 3 ഇലക്ട്രോണിന്റെ കേസ് മാത്രമാണ് നമ്മൾ. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാവും. ഒരു ഇന്റർചേഞ്ച് കഴിയുമ്പോൾ നെഗറ്റീവ് ആവും, രണ്ടാമത്തെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും, വീണ്ടും മൂന്നാമത്തെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആവും, നാലാമത്തെ ഇന്റർചേഞ്ചിൽ പോസിറ്റീവ് ആവും, വീണ്ടും അഞ്ചാമത്തെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആവും. ദാറ്റ് മീൻസ് ഓഡ് നമ്പർ ഓഫ് ഇന്റർചേഞ്ച് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഈവൻ നമ്പർ ഓഫ് ടോട്ടൽ ആണ് പറയുന്നത്, ഇന്റർചേഞ്ച് ആണെങ്കിൽ പോസിറ്റീവ് സൈഡ് ആയിരിക്കും.
ഫസ്റ്റ് ഇന്റർചേഞ്ച്, ഒന്നാമത്തെ ഇന്റർചേഞ്ച് ഇതാണ് അല്ലെ, ഇതും ഇന്റർചേഞ്ച്. സോ നെഗറ്റീവ് സൈൻ. സെക്കൻഡ് ഇന്റർചേഞ്ച് എന്താണ്? ഇതും തമ്മിലാണ് ഇവിടെ. സെക്കൻഡ്, രണ്ടാമത്തെ ഈവൻ നമ്പർ, സോ ഇറ്റ് ഗെറ്റ്സ് എ പോസിറ്റീവ് സൈൻ. തേർഡ് ഇന്റർചേഞ്ച് എന്താണ്? ഇതും തമ്മിലാണ്, ഈ വ്യത്യാസം. സോ വി ഗെറ്റ് എ നെഗറ്റീവ്. സോ odd number of interchange give a negative sign to the wave function and even number of interchange give a positive sign to wave function. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ 3 ലെറ്റർ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എളുപ്പമാണ്. A1 B2 C3 എനിക്ക് ഒരു 10 ലെറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടി പോകും, എഴുതൽ എളുപ്പമല്ല. അപ്പൊ നമുക്ക് ഇതിനെ ഒരു ഡിറ്റർമിനന്റൽ ഫോമിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റാം? വൺ ബൈ റൂട്ട് n ഫാക്ടോറിയൽ, അതാണ് നമ്മളുടെ എന്ത് നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. A1 B2 C3 A2 A1 B1 C1 A2 B2 C2 A3 B3 C3. ഇങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളാം, the row that is specifically for first electron, each row represent one electron, the second row represent second electron, the third row represent the third electron, first column represent one particular spin orbit A, the second column represent the next spin orbital, third column represent third spin orbit. Okay, ഇനി ഇതിന് ഒരു കാര്യം ചെയ്തു, A1 into B2 C3 minus C2 B3. ഒരു എക്സാമ്പിൾ, A1 into B2 into C3 B2 C3 minus B2 C3 minus C2 B3 C2 B3. ഒന്നാമത്തെ കോളം വെച്ചിട്ട് നമ്മൾ ചെയ്യാം. A1 into B2 C3 minus C2 B3 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ A1 into B2 C3 minus A1 into C2 B3. C2 B3 തിരിച്ചിട്ടാൽ B3 C2. That is A1 B2 C3 minus A1 B3 C2. A1 B2 C3 minus A1 B3 C2. അപ്പൊ നമുക്ക് ഈ ഒരു ഡിറ്റർമിനന്റ് അടുത്ത എന്താണ്? B1 into A2 C3 minus C2 A3. The next C1 into A2 B3 minus B2 A3. അങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ ഇതേ ആറാണെന്ന് തന്നെ കിട്ടും. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ആയതുകൊണ്ട് നമുക്ക് ആ നെഗറ്റീവ് സൈനും പോസിറ്റീവ് സൈനും അതിന്റെ എക്സ്പാൻഷൻ ചെയ്താൽ എളുപ്പമാണ്. ഓക്കെ, സോ ഇത് ഇവിടെ 3 ഇലക്ട്രോൺ ആണല്ലോ, സോ യു ക്യാൻ റൈറ്റ് ആസ് 3 ഫാക്ടോറിയൽ. And for general n factorial, A1 B1 so and so and so and so, you can put as n1, then A2 B2 n2, then an bn n. എത്ര വേണമെങ്കിലും, എത്ര ഇലക്ട്രോൺസ് ഉള്ള ഒരു സിസ്റ്റത്തെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അവയുടെ ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. റൈറ്റ്? അപ്പൊ വളരെ എളുപ്പത്തിൽ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആന്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം, സ്പിൻ ഓർബിറ്റൽ കണ്ടുപിടിക്കാം. ആൻഡ് ദിസ് ഡിറ്റർമിനന്റ് ഈസ് കോൾഡ് സ്ലേറ്റർ ഡിറ്റർമിനന്റ്. സ്ലേറ്റർ determinant. This determinant is called Slater determinant. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. It is called Slater determinant and is useful for determination of antisymmetric wave functions. ഇനി ഒരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു 1 alpha 1 is equal to A. Right? ഇനി ഇതേ ക്വസ്റ്റ്യനിലാണ് beta 2 is equal to B എന്നാണ് നമ്മൾ എഴുതി. റൈറ്റ്?
ഇനി രണ്ടാമത്തെ ഇലക്ട്രോണും ആൽഫ പൊസിഷനിൽ തന്നെയാണ് വിചാരിച്ചത്. സെയിം സ്പിൻ ഓർബിറ്റ്, ഒരു സ്പിൻ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോണെ ഉൾക്കൊള്ളാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ രണ്ടാമത്തെ ഇലക്ട്രോൺ അതേ സ്പിൻ ഓർബിറ്റലിൽ വന്നു എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് Φ1 second electron is also in the same spin orbital. സെയിം സ്പിൻ ഓർബിറ്റൽ ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ബിക്ക് പകരം എ എന്ന് തന്നെ ഇടേണ്ടി വരും. കാരണം എന്താ? Φ1 ആൽഫ ഇസ് എ. ഓക്കെ, Φ1 ആൽഫ ഇസ് എ. അപ്പൊ അതിന് ഫസ്റ്റ് പൊസിഷൻ ആയിരുന്നു A1 എഴുതി. ഇത് നമ്മൾ എന്ത് ചെയ്തു? B2 എന്ന് എഴുതും. അങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതെന്ത് എഴുതേണ്ടി വരും? A2 എന്ന് എഴുതും. റൈറ്റ്? അപ്പോ when B is equal to A, when B is equal to A, B is equal to A എന്നാകുമ്പോൾ ഈ കോളം മൊത്തം എന്താവും? A ആവും. റൈറ്റ്? ദാറ്റ് ഈസ് A1, A2, A3, A1, A2, A3. Then C1, C2, C3. അപ്പൊ നമുക്കറിയാം ഡിറ്റർമിനന്റ് രണ്ട് കോളം സെയിം ആയ എന്താവും ആൻസർ? 0 ആയിരിക്കും. രണ്ട് കോളം സെയിം ആയ 0 ആയിരിക്കും. ഇനി രണ്ട് റോ സെയിം ആയാലും ഇതെല്ലാം ഒരേ ഇലക്ട്രോൺ വേണ്ടിയിട്ടാണ്. A1, B1, C1. അഗൈൻ A1, B1, C1 ആണെങ്കിൽ രണ്ട് റോ സെയിം ആയാലും എന്ത് കിട്ടും? 0 എന്നായിരിക്കും അതിന്റെ വാല്യൂ കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള കാര്യമില്ല, നമുക്കൊരു വേവ് ഫംഗ്ഷൻ കിട്ടില്ല, പകരം 0 എന്നൊരു വാല്യൂ കിട്ടും. അതിൽ നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. A never be equal to B. Okay. Or B never be equal to C. B never be equal to C. Or A never be equal to C. എന്ന് പറഞ്ഞാൽ Φ1 ആൽഫ എന്ന് പറയുന്നത് ഒരിക്കലും Φ1 ബീറ്റയ്ക്ക് തുല്യമാവില്ല. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു Φ2 ആൽഫ. ഇതെല്ലാം വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ ഓരോ സ്പിൻ ഓർബിറ്റിലും വ്യത്യസ്തമാണ്. ഓരോ സ്പിൻ ഓർബിറ്റിലും ഓരോ ഇലക്ട്രോണെ പറ്റുള്ളൂ നടത്തും. ഓരോ ഇലക്ട്രോണെ പറ്റുള്ളൂ. ഒരേ സെയിം ഇലക്ട്രോൺ അടുത്ത ഇലക്ട്രോൺ കൂടെ എന്താവും? ടോട്ടൽ വാല്യൂ 0. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം. എന്താണ്? ഒരു സ്പിൻ ഓർബിറ്റിൽ മാക്സിമം ഒരു ഇലക്ട്രോണെ പറ്റുള്ളൂ, രണ്ടാമത്തെ ഇലക്ട്രോൺ പറ്റില്ല എന്നർത്ഥം. റൈറ്റ്? അത് തന്നെയാണ് പോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്, എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പൊ സ്ലൈഡർ ഡിറ്റർമിനന്റ് വെച്ചിട്ട് നമുക്ക് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അതേപോലെ എന്താ പറയാ ആന്റിസിമെട്രിക് വേവ് ഫംഗ്ഷനും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. Okay, and I hope the points discussed here are very clear and you can comment your doubts. Thank you for watching.